കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ തീപിടുത്തം. കണ്ടൻചിറ എണ്ണപ്പന എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. രാജ്കുമാർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. രാജ്കുമാർ, ഇതെന്താണ് സംഭവം? കാര്യമായ വ്യാപ്തി ഉണ്ടോ ഈ അപകടത്തിന്? ഏതാണ്ട് 10,000-ഓളം ഹെക്ടറിൽ തീ പടർന്നതായിട്ടാണ് ഒരു സംശയം. ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒരു 3:30 മണിക്ക് ആണ് ഈ തീയുടെ തുടക്കം. ഇത് ഏതെങ്കിലും ഒരു അട്ടിമറിയാണോ, ഇനി ആരെങ്കിലും ബോധപൂർവം തീയിട്ടതാണോ തുടങ്ങിയ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഈ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് ചില വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഇതാരെങ്കിലും തീയിട്ടതാണോ എന്നുള്ളൊരു സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് പോലീസും വനം വകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇവർ 3 പേരും അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. അതിൻ്റെ ഭാഗമായി ഇന്ന് പുലർച്ചെ 5 മണിവരെയും ഈ സംഘം ഇവിടെ ഫയർഫോഴ്സിൻ്റെ സംഘം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓയിൽ പാമിൻ്റെ ജീവനക്കാരും മറ്റും ലോറികളിൽ, ടാങ്കർ ലോറികളിൽ വെള്ളവുമായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും പനയ്ക്കുള്ളിൽ, എണ്ണപ്പനയാണ്, എണ്ണപ്പനയുടെ സ്റ്റമ്മിനുള്ളിൽ ഇപ്പോഴും തീ നിലനിൽക്കുന്നുണ്ട്. ഒരു കാറ്റ് ശക്തമായി വന്നാൽ വീണ്ടും ഈ തീ പടരാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ട്. സ്റ്റമ്മിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് വിഷ്വലിൽ കാണുന്നത്. ദൃശ്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. അതെ, ഇത് ഇപ്പോഴും ആ ജീവനക്കാർ ഇവിടെ തുടരുന്നു. ഫയർഫോഴ്സ് സമീപ സ്ഥലങ്ങളിൽ തന്നെയുണ്ട്. ഇന്നലെ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, പുനലൂർ, അഞ്ചൽ തുടങ്ങിയ പല സ്ഥലങ്ങളിൽ നിന്ന് അഗ്നിശമന സേനാ സംഘം ഇന്ന് അവരുടെ വളരെ മാതൃകാപരമായ ഒരു സേവനമായിരുന്നു. ഇത് പ്രത്യേകിച്ച് ഇത് വനമല്ല, ഇത് ഒരു ഓയിൽ പാമിൻ്റെ എസ്റ്റേറ്റാണ്. അതേസമയം മാഞ്ചിയം ഇതിൻ്റെ ഒരു തോട്ടമുണ്ട് വനം വകുപ്പിൻ്റെ. ആ ഭാഗത്തേക്ക് ഈ തീ ചെറുതായി ഒന്ന് പടർന്നെങ്കിലും വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും വാച്ചർമാരും ആ ഭാഗത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് തീ അങ്ങോട്ട് പടരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. അവരിപ്പോൾ നിരീക്ഷിച്ച് വരികയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പുകഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഇതൊരു ശക്തമായ കാറ്റുണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഈ തീ അത് ആളിപ്പടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോഴും കാണുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിക്ക് പൊടുന്നനെ ഉണ്ടായ ഒരു കാറ്റ്, ആ കാറ്റിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാനുള്ള ഒരു വ്യഗ്രത കാണിച്ചു. ആ സമയത്ത് തന്നെ ഈ ഉദ്യോഗസ്ഥർ അവരുടെ കയ്യിലുള്ള വെള്ളവും മറ്റും ഉപയോഗിച്ച് അതൊന്ന് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല, മനുഷ്യസാധ്യമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, അമേരിക്കയിലൊക്കെ ഉണ്ടായ തീപിടുത്തത്തെ കുറിച്ച് നമുക്കറിയാം എത്ര വ്യാപകമായിട്ടാണ് ആ കാറ്റിൽ തീ പടർന്നതെന്ന്. സ്വാഭാവികമായും മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നല്ലത്. പക്ഷെ അതേസമയം ഈ തീപിടുത്തത്തിൻ്റെ കാരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതാരെങ്കിലും ബോധപൂർവമായി തീ ഇട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു സംശയം ഉയരുന്നുണ്ട്. ഇനി അതിനൊരു ദുരൂഹതയുമുണ്ട്. അപ്പോൾ അത് ഇനി കണ്ടുപിടിക്കണം. ആരെങ്കിലും അബദ്ധത്തിൽ അധികൃതർ പറയുന്നുണ്ടോ രാജ്കുമാർ, അങ്ങനെ ഒരു സംഭവം മറ്റാരുടെയെങ്കിലും കൈകടത്തൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്, ആരെങ്കിലും തീ ഇട്ടതാകാനുള്ള സാധ്യത എന്താണ് എന്നത് എസ്റ്റേറ്റ് ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഓയിൽ പാമിൻ്റെ ചെയർമാനും MD-യും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അവരുടൻ തന്നെ ഈ ഭാഗങ്ങളിലേക്ക് വരും. അവരിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സുമായിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എല്ലാവരും ഇതാണ് അന്വേഷിക്കുന്നത്. ഇത് കണ്ടെത്തുന്നത് അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങോട്ടേക്കുള്ള CCTV ദൃശ്യങ്ങളും മറ്റും ആരൊക്കെ ഇതിലെ കടന്നു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നലെ ഉച്ച മുതൽ രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് ആരൊക്കെ കടന്നു വന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ CCTV ഓയിൽ പാമ്പിന് തന്നെ CCTV ക്യാമറയിൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയിലാണ്. ഇത് എസ്റ്റേറ്റ് മേഖലയാണ്, എല്ലാ സ്ഥലത്തും ക്യാമറ ഉണ്ടാകില്ല. ചില സ്ഥലങ്ങളിൽ മാത്രമാണ്, വരുന്ന വഴികളിലും വീടുകളിലും കടകളിലും ഒക്കെ ഉള്ള ക്യാമറകൾ നോക്കാനാണ് ഇവരുടെ ഒരു തീരുമാനം. അതും അത്രമാത്രം പ്രായോഗികമാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും എല്ലാ വഴികളും ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു കാരണം തേടുന്നുണ്ട്. ഒപ്പം അതിലുപരി ഇനി ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളാണ് തുടരുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ
അവിടെ കാണാം ഇതിൻ്റെ ഈ പനകളൊക്കെ ഇതിൽ ഉണ്ടായിരുന്ന ഇതിൽ പനയെല്ലാം കത്തി നശിച്ച് അതിൻ്റെ ചെവിടുകൾ മാത്രമായി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. ഈ കാറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇത് ആളിക്കത്തും. അതാണ് ഇപ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഇതെല്ലാം ഒരു മാനുഷിക ഇതിൻ്റെ കൺട്രോളിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നിലവിൽ ഇവിടെ തീ പടരുന്നില്ല, പക്ഷേ പുകയുന്നുണ്ട്. അന്ന അതെ രാജ്കുമാർ, സാധാരണഗതിയിൽ കേരളത്തിൽ നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. നമ്മൾ മറ്റു പലയിടത്തും രാജ്യത്തിന് പുറത്ത് അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഇത്തരം സംഭവങ്ങൾ പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്കുമാർ തന്നെ ഈ ലൈവിൽ സൂചിപ്പിച്ചതുപോലെ ആമസോൺ വനാന്തരങ്ങളിലൊക്കെ ഇത് സ്ഥിരമായി നമ്മൾ വിഷ്വലിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭീകരതയൊന്നും ഇല്ലെങ്കിൽ കൂടി കേരളത്തിൽ അധികം കണ്ടിട്ടില്ലാത്തൊരു സംഭവം എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ നിലനിൽക്കുന്നുമുണ്ട്. ഏതാണ്ട് എത്ര കിലോമീറ്റർ പരിധിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്? ഒരു എയർ ഡിസ്റ്റൻസ് വെച്ചിട്ടാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്രൗണ്ട് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ അതിലേറെയാണ്. കാര്യം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 15,000-ഓളം ഹെക്ടറിൽ ഇപ്പോൾ ഈ തീപിടുത്തം വ്യാപിച്ചു എന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഒരു കൃത്യമായ വിവരം ഓയിൽ പാമിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇനി അവരത് പരിശോധിച്ചാൽ മാത്രമേ, അവരുടെ ഒരു കണക്കെടുപ്പിൽ മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ഇനി ഇതിനെന്തെങ്കിലും ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ, ഇത് വിളയുടെ ഇതിൽ ഭാഗമായിട്ടുള്ളതാണോ, എണ്ണപ്പന തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. ഇനി അവരുടെ ഒരു ഔദ്യോഗിക വിശദീകരണം, അതിനാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. അന്ന ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഓയിൽ ഫാം എസ്റ്റേറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 2-3 കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള പരിധിയിലാണ് ഈ സംഭവം അരങ്ങിയിരിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. രാജ്കുമാർ സൂചിപ്പിക്കുന്നത് മറ്റാരുടെയെങ്കിലും ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയങ്ങളൊക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥരും ആ വിധത്തിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് ആ വിവരങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുക. എന്തായാലും രാത്രിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. കണ്ടൻചിറ എണ്ണപ്പന എസ്റ്റേറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. രാജ്കുമാർ അവിടുന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അടുത്ത മണിക്കൂറുകൾ കൂടുതൽ അപ്ഡേറ്റ്സ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ്. സ്വാഭാവികമായും എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുമുണ്ട്, പ്രേക്ഷകർക്കുമുണ്ട്